രാഹുൽ ഗാന്ധിയുടെ വോട്ട് കൊള്ള ആരോപണം തള്ളിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി ജിതിൻ റാം മാഞ്ചി. രാഹുലിന്റെ ആരോപണം ഇന്ത്യ മുന്നണി പോലും ഏറ്റെടുക്കുന്നില്ല. രാത്രി ഇറങ്ങുന്ന മൂങ്ങയെ പോലെയാണ് മഹാസഖ്യം. അവർ പുറത്തിറങ്ങാത്തത് കൊണ്ടാണ് വികസനം കാണാത്തതെന്നും ജിതിൻ റാം മാഞ്ചി മീഡിയ വണിനോട് പ്രതികരിച്ചു. മുൻ ബീഹാർ മുഖ്യമന്ത്രിയും ഹിന്ദുസ്ഥാൻ അവാം മോർച്ച അധ്യക്ഷനുമായ ജിതിൻ റാം മാഞ്ചി മീഡിയ വണിനൊപ്പം ചേരുകയാണ്. സർ നമസ്കാരം. इधर कौन जीतेगा आपका मैंडेट? देखिए, एनडीए की सरकार यहाँ है, डबल इंजन की सरकार है। 20 वर्षों में नीतीश कुमार जी ने और 11 वर्षों में नरेंद्र मोदी जी ने क्रमशः बिहार और भारत को सजा करके रखा है। हम आज 46 वर्ष से राजनीति में हैं। 1980 से विधायक, उप मंत्री, राज्य मंत्री, मंत्री, मुख्यमंत्री, आज भारत सरकार में मंत्री हैं। आज 46 साल में बिहार का नब्ज को हम लोग देख रहे हैं। तो यहाँ न बिजली थी, न सड़क थी, न स्कूल था, न लॉ एंड ऑर्डर था। रोज जातीय दंगा होता था, रोज अपहरण होता था। आज न जातीय दंगा है, न धार्मिक दंगा है, न अपहरण है। गांव-गांव रोड पहुंच चुका है। बिजली 22 घंटा से 24 घंटा मिलती है। आज 8000 मेगावाट बिजली मिल रही है बिहार को। पहले 1980 में जब हम आए थे तो 700 मेगावाट बिजली मिलती थी। आज हम लोग पूर्णिया और साहेबगंज और इधर कैमूर और उधर बेतिया हम लोग पहले 7 घंटा 8 घंटा में जाते थे। गया हम 4 घंटा में जाते थे गया जी। आज गया जी हम 1.5 घंटा में जाते हैं। 4 घंटा में किसी भी कोने से बिहार हम कैपिटल में आ जाते हैं। तो ये बिहार की प्रगति हुई है। लॉ एंड ऑर्डर भी ठीक है। पहले सीएम हाउस में जो क्रिमिनल होते थे और जो अपहरणकर्ता होते थे उनको बुला करके कॉम्प्रोमाइज कराया जाता था। आज किसी का हिम्मत नहीं है कि हमारे मुख्यमंत्री के घर पर कोई जाकर के इस प्रकार की बात। सर, महागठबंधन बोल दिया इधर कोई विकास नहीं है, उसको मैनिफेस्टो में कल रिलीज कहेगा। वो तो विरोधी है, उसको तो कुछ करना नहीं है, सिर्फ बात की बात करना है। हम कहते हैं कि अगर विकास का काम नहीं देखता है तो हमारे के यहाँ एक चिड़िया है जिसको उल्लू कहते हैं, दिन में नहीं सूझता है, तो उसमें सूरज का क्या दोष है। आज विकास की बात जितनी मैंने कहा, आप यहाँ के सड़कों पर घूम के देख लीजिए ना। जाइए ना यहाँ से पूर्णिया 3.5 घंटा 4 घंटा में चल जाइएगा। जाइए आप गया जी 1.5 घंटा में चल जाइएगा। जाते थे 3 घंटा 4 घंटा। तो ये विकास नहीं है, ये किसी को नहीं दिखता है। बिजली पहले 4 घंटा 3 घंटा 2 घंटा मिलती थी, आज 22 घंटा कम से कम बिजली मिलती है। तो अगर किसी को न दिखता है तो अंधा ना है। तो इसी प्रकार से लॉ एंड ऑर्डर है। आज कोई जातीय दंगा हुआ, आज कोई धार्मिक उन्माद हुआ, मुस्लिम राइट हुआ कहीं? ये सब नहीं है तो और विकास कैसा चाहिए? अब ये अगर नहीं दिखता है तो उसको अंधे न कहा जाएगा। राहुल गांधी का वोट और वो दिखावा है, दैट इज अ शो ओनली, और देयर इज नो इन रियलिटी। दे आर सेपरेटेड ईच वन बैडली एंड दैट विल नॉट बी एक्युमुलेटेड एंड जॉइंटली। നിതീഷ് കുമാർ സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിൽ വരും. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോർന്ന ആരോപണത്തിൽ യാതൊരു വസ്തുതയുമില്ലെന്നാണ് ഇപ്പോൾ ജിതിൻ റാം മാഞ്ചി മീഡിയ വണിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇമ്രാൻ അൻസാരിക്കൊപ്പം സജു തോമസ്, മീഡിയ. സജു തോമസ് വിശദാംശങ്ങളുമായി ബീഹാറിൽ നിന്ന്. സജു, ഗുഡ് മോർണിംഗ്. സജു, പട്നയുടെ ഏത് ഭാഗത്താണ് ഇപ്പോൾ സജു ഉള്ളത്? എത്ര വലിയൊരു പോരാട്ട ചൂട് അവിടെ പ്രകടമാണ്. ലാസ്റ്റ് ലാപ്പിലേക്ക് പ്രചാരണം എത്തുമ്പോൾ അജണ്ട ഇങ്ങനെ മാറി മാറി സെറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? ജിതിൻ റാം മാഞ്ചി എന്താണ് പറയുന്നത്? സൈഫുദ്ദീൻ ജിൽസി, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ പട്നയിൽ തന്നെയാണ്. ഇനിയിപ്പോൾ പ്രചരണം അവസാനിക്കാൻ 4 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിനു മുന്നോടിയായിട്ട് അവസാന ഘട്ടത്തിൽ പ്രഖ്യാപനങ്ങൾ ദേശീയ തലത്തിലേക്കുള്ള നേതാക്കളിലൂടെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇരു മുന്നണികളും ശ്രമിക്കുന്നത്. ഇന്നാണ് BJPയുടെ പ്രകടന പത്രിക പുറത്തിറക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി ബീഹാറിൽ നല്ല മഴയാണ്, ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രചാരണത്തിന് ചൂട് ഒട്ടും കുറഞ്ഞിട്ടില്ല. മഴയാണെങ്കിലും അതിനെയൊക്കെയും അതിജീവിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലായിട്ട് ഹെലികോപ്റ്ററിലൂടെയൊക്കെയാണ് ഈ നേതാക്കൾ എത്തുകയും അവിടെയുള്ള വോട്ടർമാരെ കാണുകയും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണം നടത്തുകയൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മോട് പ്രതികരിച്ച കേന്ദ്രമന്ത്രി ജിതിൻ റാം മാഞ്ചി വ്യക്തമാക്കിയിരിക്കുന്നത് BJP അല്ലെങ്കിൽ NDA സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് 20 വർഷമായി നിതീഷ് കുമാർ തന്നെയാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി, അദ്ദേഹമാണ് ഇനിയും നമ്മുടെ മുഖ്യമന്ത്രി. കേന്ദ്രത്തിലും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിലും BJP ആണ് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡബിൾ എഞ്ചിൻ സർക്കാരിൻ്റെ വികസനമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഫ്ലൈ ഓവറുകൾ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വലിയ
കെട്ടിടങ്ങളുണ്ട്, അതോടൊപ്പം മറ്റു വികസന മാർഗങ്ങളൊക്കെയും റോഡുകളടക്കമുള്ള വികസനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിച്ചു, അപ്പോൾ ഈ സാധാരണ ജനങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായിട്ടില്ല, ഗ്രാമങ്ങളുടെ അവസ്ഥ ഇപ്പോഴും പഴയ സ്ഥിതിയിൽ തന്നെയാണെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു അത് പ്രതിപക്ഷത്തിൻ്റെ ആരോപണമാണ്. കൃത്യമായിട്ടുള്ള വികസനം എല്ലാ മേഖലയിലും എത്തിയിരുന്നു, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വികസനം ഉണ്ടായിട്ടുണ്ട്. 5-6 മണിക്കൂറുകൾ യാത്ര ചെയ്യേണ്ടത് ഇപ്പോൾ 1 മണിക്കൂറിൽ തന്നെ എത്താൻ സാധിക്കുന്നുണ്ട്. മെട്രോ സർവീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ വലിയ വികസന മാതൃകകൾ ബീഹാർ മറ്റു സംസ്ഥാനങ്ങൾക്ക് മുമ്പിലേക്ക് വെക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ അത് അംഗീകരിക്കാൻ ഇവിടുത്തെ മഹാസഖ്യം തയ്യാറാകുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ വോട്ട് കൊള്ള ആരോപണം അല്ലെങ്കിൽ വോട്ട് ചോരി ആരോപണത്തെ അദ്ദേഹം എതിർക്കുകയാണ്. അത് അസംബന്ധമാണ്, രാഹുൽ ഗാന്ധിയുടെ ഗിമ്മിക്കാണെന്നാണ് അദ്ദേഹം പരിഹസിക്കുന്നത്. സഖ്യകക്ഷികളായിട്ടുള്ള ഒരു പാർട്ടി പോലും അത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. അവരത് പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ സാധാരണ ജനങ്ങളിലേക്ക് അത് എത്തിക്കാൻ അവർ ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ ഇവിടെ ചർച്ച ചെയ്യില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ NDA മുന്നണിയുടെ പ്രകടന പത്രിക പ്രകാശനത്തിൽ BJP അധ്യക്ഷൻ JP നദ്ദ, അതോടൊപ്പം തന്നെ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ, മറ്റു മന്ത്രിമാർ, അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ ബീഹാറിലുണ്ട്. 10 മണിക്കാണ് മൗര്യ ഹോട്ടലിലാണ് പത്രികാ പ്രകാശനമുള്ളത്. അതായത് മഹാസഖ്യം മുൻപോട്ട് വെച്ച ആശയങ്ങളെ അല്ലെങ്കിൽ അവർ ജനങ്ങളോട് പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങൾക്ക് അതിജീവിച്ചുകൊണ്ടുള്ള ബദൽ പ്രഖ്യാപനങ്ങളാവും BJPയുടെയും NDAയുടെയും പ്രകടന പത്രികകൾ ഉണ്ടാവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് മഹാസഖ്യം 200 യൂണിറ്റ് സൗജന്യ വൈദ്യുതി, എല്ലാ വീട്ടിലും ഒരു സർക്കാർ ജോലിക്കാരൻ, സ്ത്രീകളുടെ പെൻഷൻ വർദ്ധിപ്പിക്കുക, സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 2500 രൂപ നൽകുക, പ്രായമായവരുടെ പെൻഷൻ വർദ്ധിപ്പിക്കുക, യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരം നൽകുക തുടങ്ങിയ വലിയ പ്രഖ്യാപനങ്ങളാണ് തേജസ്വി യാദവ് മുൻപോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ടുള്ള വലിയ വമ്പൻ പ്രഖ്യാപനങ്ങളാവും BJPയുടെ പ്രകടന പത്രികയിൽ അല്ലെങ്കിൽ NDA മുന്നണിയുടെ പ്രകടന പത്രിക ഉണ്ടാകുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ദേശീയ നേതാക്കളാണ് അവസാന ഘട്ടത്തിൽ ഇവിടെ പോരടിക്കുന്നത്. അതിനിടയിലാണ് ഇന്നലെ ജൻസ്വരാജ് പാർട്ടിയുടെ ഒരു നേതാവിനെ വെടിവെച്ച് കൊന്നത്. അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെയും കനക്കുകയാണ്. അദ്ദേഹം മുൻ RJD നേതാവാണ്. അതുകൊണ്ട് തന്നെ RJD നേതാക്കളാണ് ഇതിന് പിന്നിലെന്നും RJDയുടെ ഒരു പ്രമുഖ നേതാവിന്റെ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ജൻസ്വരാജ് പാർട്ടി അല്ലെങ്കിൽ അവർ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പാർട്ടി അധ്യക്ഷൻ പ്രശാന്ത് കിഷോർ ഇവിടേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വീടൊക്കെയും സന്ദർശിക്കുന്ന അത്തരത്തിൽ ബീഹാറിൽ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ രാഷ്ട്രീയ ആരോപണങ്ങളോടെയും വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങളോടെയും ബീഹാർ രാഷ്ട്രീയം ചൂടുപിടിക്കുകയാണ്. ബീഹാർ രാഷ്ട്രീയം അങ്ങനെ ചൂടുപിടിക്കുകയാണ്. സജു, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, കുറച്ച് ദിവസമായി ഇപ്പോൾ പട്നയിൽ എത്തിയിട്ട് എങ്ങനെയുണ്ട് അവിടുത്തെ ജീവിതം? ജിൽസി, വളരെ ഭംഗിയായിട്ട് പോകുന്നു. പട്ടയിൽ ഇപ്പോൾ 2 ദിവസം കൊണ്ട് നല്ല മഴയാണ്. പക്ഷേ ആ മഴയൊന്നും നമ്മളെ ഏശുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ പല സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്, പട്നയിലെ പ്രധാനപ്പെട്ട വിഭവങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്, പ്രധാനപ്പെട്ട നേതാക്കളെ കാണുന്നുണ്ട്. അത്തരത്തിൽ വളരെ ഗംഭീരമായിട്ട് മുമ്പോട്ട് പോവുകയാണ് ജിൽസി. അപ്പോൾ ഈ ഇലക്ഷൻ തിരക്കിലിടെ പട്നയെ കൂടെ ആസ്വദിക്കൂ സജു. ശരി, കൂടുതൽ വാർത്തകൾക്കായി വീണ്ടും വരാം. അപ്പോൾ